കഥയുടെ തുടക്കത്തിൽ കഥാനായകനായിട്ടുള്ള ചിൻട്ടിയാണ് കാണിക്കുന്നത്. 3 വർഷത്തിനു മുന്നേ ഹീറോയുടെ അച്ഛനെ കൊന്നയാളെ കണ്ടുപിടിച്ച് പ്രതികാരം ചെയ്യാനായിട്ട് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. ഹീറോയാണെങ്കിൽ ആ നാട്ടിലെ പേര് കേട്ട ഒരു മാഫിയ ബോസ് ആണ്. ഇപ്പോൾ അയാൾ ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എൻ്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത് എന്ന് കെഞ്ചി ചോദിക്കുമ്പോൾ ഹീറോ മാഫിയ ബോസ് ആണെങ്കിലും നല്ലവനും കൂടിയാണ്. ഇപ്പോൾ ഹീറോ അവൻ്റെ അമ്മയുടെ കല്ലറയ്ക്ക് മുന്നിലാണ് കാണിക്കുന്നത്. ഹീറോയുടെ അച്ഛനെ കൊന്നവനോട് പ്രതികാരം വീട്ടി. എന്നാൽ ഹീറോയുടെ അമ്മയ്ക്ക് അടിയും കുത്തൊന്നും ഇഷ്ടമല്ല. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സ്കൂൾ സ്റ്റുഡൻസിന് അറിവ് പകർന്നു കൊടുക്കാനാണ് ഇഷ്ടം. അതിനാൽ ഹീറോ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ഒരു ടീച്ചറായി കഴിയാനാണ് പോകുന്നത്. ഇനി അടിയും കുത്തും വേണ്ട എന്ന് ഹീറോ പറയുമ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഹീറോ ബിസിനസ് കാര്യങ്ങളെല്ലാം അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നത്. അകത്തേക്ക് ചെന്നതും സ്കൂളിലെ ഡയറക്ടറെ കാണുന്നു. അയാൾ ഇട്ടിരിക്കുന്ന സേഫ്റ്റി ഡ്രസ്സൊക്കെ കണ്ട് ഹീറോ ചോദിക്കുമ്പോൾ ഉള്ളതിൽ ഇതാണ് സേഫ്, അതും ക്ലാസ് സിയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞ് ക്ലാസ് സിയെ കുറിച്ച് പറയുന്നു. ഉള്ളതിൽ കുരുത്തം കിട്ട പിള്ളേരുള്ള ക്ലാസ്സാണ് സി. പഠിക്കുകയുമില്ല, ആരെയും കൊണ്ടുവന്നാൽ പഠിപ്പിക്കുകയുമില്ല. എന്നാൽ ക്ലാസ് സിയുടെ ടീച്ചറായിട്ടാണ് ഹീറോ വന്നിരിക്കുന്നത്. ഡയറക്ടർ ഹീറോയ്ക്ക് ഓൾ ദി ബെസ്റ്റ് എല്ലാം കൊടുത്തു വിടുമ്പോൾ ക്ലാസ് സിയിൽ നിന്ന് ഒരു ടീച്ചറെ തെറിപ്പിച്ച് പുറത്തേക്ക് വീഴ്ത്തുന്നു. ആ ടീച്ചറുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം പിള്ളേര് നല്ല പണി കൊടുത്തിട്ടുണ്ടെന്ന്. പേടിച്ചയാൽ പോകുമ്പോൾ പിന്നാലെ ഡയറക്ടറും ഹീറോയെ അവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നു. ഇത്രയും ബിൽഡപ്പ് കൊടുത്ത ക്ലാസ് കാണാനായി ഹീറോ കയറുകയാണ്. കയറിയതും പഠിക്കുന്നത് ഒഴിച്ച് ഓരോ കുട്ടികളും അവരുടേതായ തിരക്കിലാണ്. ഒരാൾ കുക്കിങ്ങിലാണെങ്കിൽ മറ്റൊരാൾ റീൽസിലും ചീട്ടുകളിയിലുമായിരിക്കും. ടീച്ചർ വന്നത് പോലും നോക്കാതെ അവരുടെ ജോലി തുടർന്നു കൊണ്ടേയിരുന്നു. അത് കണ്ട ഹീറോ അത്ര വലിയ കാര്യമാക്കാതെ ക്ലാസ് സ്റ്റാർട്ടാക്കുമ്പോൾ ആരും ഹീറോയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ കളത്തിലിറങ്ങി ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നു. ശേഷം എല്ലാവരോടും എല്ലാം മൂടിവെച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനായി പറയുമ്പോൾ പിള്ളേർ നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് ഉത്തരവിടാൻ, മിണ്ടാതെ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞ് ടേബിൾ ടെന്നീസ് ബോർഡെല്ലാം എറിയുന്നു. അത് ഹീറോ കൂളായിട്ട് ബുക്ക് വെച്ച് അടിക്കുകയാണ്. ആ ഒരു അടിയിൽ ടെന്നീസ് സ്പീഡിൽ ബോർഡിൽ വരെ തെറിച്ചു കയറി. ഇപ്പോൾ ഹീറോയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അനക്കമൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കാനായി തുടങ്ങി എന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ ചിലരൊക്കെ ഉറക്കവും ചിലരൊക്കെ മേക്കപ്പും റീൽസുമെല്ലാം എടുത്തുകൊണ്ടിരുന്നു. ഒരുത്തൻ പോലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അത് കണ്ട ഹീറോ ഇതേ പ്രായത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ചാലാണ് നന്നാവോ, എങ്ങാനും ഉഴപ്പിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷമെന്ന് പറയുമ്പോൾ കൂട്ടത്തിലൊരുത്തന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്താ കാര്യം, നാട്ടിലെ പേര് കേട്ട ചിൻട്ടിയെ പോലെ ആകണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അത് കേൾക്കുന്ന ഹീറോ വരെ ഞെട്ടി. എന്നാൽ അവൻ്റെ മുന്നിൽ തന്നെയാണ് ചിൻട്ടിയെന്ന് അവനറിയില്ലല്ലോ. ഹീറോ ചിൻട്ടിക്ക് പഠിക്കാനുള്ള ചാൻസ് എങ്ങാനും കിട്ടിയാൽ ഉറപ്പായിട്ടും ആ പദവി ചൂസ് ചെയ്യില്ല. ഹീറോയുടെ അച്ഛൻ മരിച്ചിട്ട് പോലും അച്ഛനൊന്നും കാണാതെ പഠിച്ചു കൊണ്ടാണ് ഇരുന്നത് എന്ന് പറഞ്ഞ് ഹീറോ പിള്ളേരുമായി ഒരു ബെറ്റ് വയ്ക്കുന്നു. ഈ വീക്കിൽ എന്നെ ഭയപ്പെടുത്തി വേദനിപ്പിച്ച് എന്തെങ്കിലും ചെയ്താൽ ഞാനായിട്ട് തന്നെ റിസൈൻ ചെയ്തു പോകും. നിങ്ങളെ കൊണ്ട് എന്നെ ഓടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ പിള്ളേർ എല്ലാവരും ആ ബെറ്റിന് സമ്മതിക്കുന്നു. ഹീറോ എന്ത് നേരിടാനും തയ്യാറായിട്ടാണ് ആ ബെറ്റ് വെച്ചത് തന്നെ. പിറ്റേ ദിവസം എല്ലാ സ്റ്റുഡൻസും ഹീറോയെ ഓടിക്കാനായി പ്ലാനെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹീറോ ക്ലാസ്സിൽ വരുമ്പോൾ മേലിൽ മാവ് ഇടാനായി എല്ലാം സെറ്റ് ചെയ്തെങ്കിലും ഹീറോയുടെ മേൽ ഒരു മാവ് പോലും വീണില്ല. കാരണം ഹീറോ വാതിൽ തുറന്നതും ഒരു കൊടയുമായിട്ടാണ് വന്നത്. ആ മാവ് വീണതെല്ലാം സ്റ്റുഡൻസിന്റെ മേലാണ്. അടുത്തത് ഹീറോ ഇരുന്ന ചെയറിലാണ് പണി വെച്ചിരിക്കുന്നത്. ആ ചെയറിൽ ഇവർ ഗമ്മൊട്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും ഹീറോ എഴുന്നേക്കില്ല എന്ന് കരുതി അടിക്കാനായി പോയതും ഹീറോ എഴുന്നേറ്റ് വീണ്ടും ഇരിക്കുന്നു. അത് കാണുന്ന ഇവൻ തന്നെ ഞെട്ടി താഴെ വീഴുകയാണ്. എന്താണെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഹീറോ ആ ചെയറിൽ മുഴുവനായിട്ട് ഇരുന്നിട്ടില്ല. ഇവനാണ് ഈ പണി ഒപ്പിച്ചതെന്ന് അറിഞ്ഞ ഹീറോ അവനെ ആ ചെയറിൽ തന്നെ ഇരുത്തുന്നു. പാവം, അവന് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. നീ ഇത്രയും കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞ് ഹീറോ അവനെ എഴുന്നേൽപ്പിച്ചതും അവൻ്റെ പാൻറ് മൊത്തം കീറി. അത് കണ്ട് എല്ലാ പിള്ളേരും പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും പിള്ളേർ വിട്ടില്ല. ഹീറോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം എറിഞ്ഞു. എന്നാൽ ഹീറോയുടെ മേൽ ഒന്നും വീഴാതെ നീങ്ങി നീങ്ങി പഠിപ്പിക്കാനുള്ളതെല്ലാം ബോർഡിലെഴുതി ഇനി നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ എറിഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടത് ഇവനായിരിക്കും. പിള്ളേർക്ക് ഹീറോയെ തോൽപ്പിക്കാൻ പറ്റാത്തോണ്ട് തന്നെ തോൽക്കുമോ എന്നൊരു പേടിയാണ്. ശേഷം ഹീറോ പിള്ളേരെ PT പീരീഡിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതേ സ്കൂളിൽ ഹീറോയ്ക്കും പഠിച്ചിരുന്ന സൂമിനെ കാണുന്നു. അവനാണ് കഥയിലെ നായിക.
കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ സോമിക്ക് ഹീറോയുടെ ക്രഷ് ഉണ്ടായിരുന്നു. രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് ഹീറോയാണ് ക്ലാസ് സിയിലെ ടീച്ചർ എന്നുള്ളത് അറിയുന്നത്. ഉള്ളതിൽ മോശമായ ക്ലാസ്സാണ്. അവരുടെ പാരൻസിന് ഇവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ക്യാഷിന്റെ അഹങ്കാരമാണ് അവർക്കുള്ളത്. ഇവർ ഓടിക്കുന്നതിന് മുന്നേ ഓടുന്നതാണ് നല്ലെന്ന് പറയുമ്പോൾ അവരെ നന്നാക്കുന്നതിൽ ഹീറോയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ശേഷം ഹീറോ പിള്ളേരെ ബാസ്കറ്റ് ബോൾ പഠിപ്പിക്കാതെ ഒരേ കളി കളിക്കുന്നതിനാൽ സ്റ്റുഡൻസിന് മടുപ്പ് ഫീൽ ആവുകയും അവർ അതിൽ ഒരു ബെറ്റ് വെക്കുന്നു. 3 ഗോളിട്ടാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിടണം. അതിന് ഹീറോ സമ്മതിച്ചു. ആദ്യം ഇവനായിരിക്കും ഗോൾ ഇടുന്നത്. ആക്ച്വലി ഇവൻ ഫുട്ബോൾ കളിയിൽ ചാമ്പ്യൻ കൂടിയാണ്. 3 ഗോളെല്ലാം ഇവൻ ഈസി ആയിട്ടാണ് ഇടുന്നത്. അതിൽ അവനും ജയിക്കുന്നുണ്ട്. ഇതെല്ലാം ഹീറോ ആസ്വദിച്ച് കാണുന്നുണ്ട്. മറ്റു പിള്ളേർക്കും ഹീറോ തോൽക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ആ പ്രതീക്ഷ എല്ലാം പമ്പ കടന്നു. എന്താണെന്ന് വെച്ചാൽ ഹീറോ ദൂരെ പോയിട്ടായിരിക്കും ഗോൾ ഇടുന്നത്. അത് 3 ഗോളും ഈസി ആയിട്ട് അതിനുള്ളിൽ കയറി. അത് കണ്ട് എല്ലാവരും ഷോക്കാവുകയും ഹീറോ ഒരു സൂപ്പർമാൻ തന്നെയാണ് എന്ന് പിള്ളേർ പറയുകയാണ്. ക്ലാസ് കഴിഞ്ഞ് ഹീറോയുടെ അസിസ്റ്റന്റിൽ നിന്ന് കോൾ വരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒരുത്തൻ സ്കൂളിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്ന് ഇൻഫോർമേഷൻ നൽകുന്നു. മറുഭാഗത്താണെങ്കിൽ പിള്ളേരെല്ലാവരും ചേർന്ന് ഹീറോയെ പേടിപ്പിച്ച് ഓടിക്കാനായി ഡമ്മി ബോംബ് വെച്ച് ഹീറോ വരുന്നതായി കാത്തിരിക്കുന്നു. അതിനായി വീഡിയോയും ഫോട്ടോസും എടുക്കാനായി പിള്ളേർ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും സോമി ടീച്ചർ അവിടെ എത്തി. എന്തോ പന്തികേട് തോന്നുകയും എന്താണ് നടക്കുന്നത് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ സത്യം പറയുന്നില്ല. വീട്ടിൽ പറയുമെന്ന് പേടിപ്പിച്ചപ്പോൾ ഹീറോയെ ഓടിക്കാനായി ഡമ്മി ബോംബ് കാറിൽ വെച്ചിട്ടുണ്ടെന്ന് സോമി ടീച്ചറിനോട് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഹീറോ കാറിൽ കയറി ആ ഡമ്മി ബോംബ് കണ്ടുപിടിക്കുന്നത്. പിള്ളേരുടെ ഓരോ കാര്യം എന്ന് പറഞ്ഞ് ഹീറോ കാർ എടുക്കുമ്പോൾ അകത്തു നിന്ന് റിയൽ ആയിട്ടുള്ള ബോംബിന്റെ സൗണ്ട് കേൾക്കുന്നു. ഉടനെ കാറിൽ നിന്നിറങ്ങി പിള്ളേരോട് വേഗം മാറാനായി പറഞ്ഞു. എന്നാൽ ഇവർ ടീച്ചർ പേടിച്ച് നിൽക്കുന്നതാണെന്ന് കരുതി ഹീറോയെ കളിയാക്കി അവിടെ തന്നെ നിന്നു. ബോംബ് പൊട്ടുമെന്ന് ഉറപ്പായ ഹീറോ വേഗം പിള്ളേരെ പിടിച്ച് കുനിഞ്ഞതും പെട്ടെന്ന് കാറ് പൊട്ടിത്തെറിച്ചു. അപ്പോഴാണ് കുട്ടികൾ ഹീറോ ഇവരുടെ ഡമ്മി ബോംബ് കണ്ടല്ല പേടിച്ചത്. അകത്ത് റിയൽ ആയിട്ട് ബോംബ് ഉണ്ടായിട്ടാണ്. എന്താണെങ്കിലും ടീച്ചറിനോട് ഇത്രയും ദ്രോഹം ചെയ്തതിന് കുട്ടികൾക്ക് നല്ല സഹതാപം തോന്നി. അങ്ങനെ ഹീറോ ബോംബ് വെച്ചതിനെ കണ്ടുപിടിക്കുകയാണ്. അയാളെ ആര് ഫോഴ്സ് ചെയ്തിട്ടാണ് ബോംബ് വെച്ചത്, ആരാണ് വെച്ചെന്ന് ചോദിക്കുമ്പോൾ സംഗ് എന്നൊരുത്തനാണ്. അവൻ ആരാണെങ്കിലും എന്നോട് ഡയറക്റ്റായിട്ട് ഏറ്റുമുട്ടുന്നത് നല്ലത്, അല്ലാതെ എന്റെ പിള്ളേരെ തൊട്ട് നടക്കുന്നത് വേറെയാണെന്ന് പറഞ്ഞ് ആളെ വിട്ടയക്കുന്നു. കിട്ടിയ ആളെ കൊല്ലാതെ വെറുതെ വിട്ടയക്കുമ്പോൾ അസിസ്റ്റന്റിന് ഒട്ടും പിടിച്ചില്ല. ഹീറോ പോകുമ്പോൾ മറ്റൊരാളോട് അയാളെ കൊല്ലാനായിട്ട് ഏൽപ്പിക്കുകയാണ്. പിറ്റേന്ന് ഹീറോ സ്കൂളിലെത്തുമ്പോൾ ബോയ്സ് മാത്രം ഹീറോയെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇന്ന് വേറെ എന്തെങ്കിലും പണിയായിട്ടാണോ വന്നതെന്ന് ഹീറോ കരുതുമ്പോൾ ബോയ്സ് ഹീറോയുടെ ക്ഷമ ചോദിക്കുന്നു. അവരുടെ ജീവൻ രക്ഷിച്ചതിനാൽ അവരുടെ മനസ്സിൽ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു വലിയ സ്ഥാനമാണുള്ളത്. സോ ഹീറോ എന്ത് പറയുന്നത് കേൾക്കാമെന്ന് പറയുന്നു. ഇതെല്ലാം ഗേൾസ് മുകളിൽ നിന്ന് കേൾക്കുകയും ഹീറോയുടെ തലയിൽ വെള്ളമൊഴിച്ചു. അത് കണ്ട ബോയ്സ് കറക്റ്റ് ടൈമിൽ ഹീറോയുടെ മേൽ ഒരു തുള്ളി വെള്ളം വീഴാതെ കുട നിവർത്തി. ഇനി കുറച്ച് മാത്രം ജാഗ്രതയായിരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ മനസ്സിൽ സാറിന് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഹീറോയുടെ മേൽ ഒരു വല വീഴ്ത്തുകയാണ്. അത് ഹീറോ ഈസി കട്ട് ചെയ്തു. അതിനുശേഷം ഗേൾസ് അവരുടെ തിങ്സ് എല്ലാം എറിയുകയാണ്. ഒരു ഡമ്മി ബോംബിൽ നിന്ന് അവരെ രക്ഷിച്ചതിന് ഒരു നായെപ്പോലെ നടക്കുകയാണോ എന്നിവർ കരുതി ഗേൾസിലും ബോയ്സിലും വഴക്കുണ്ടാക്കുമ്പോൾ ഹീറോ ഇടയിൽ കയറി ഇനി 3 ദിവസമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനായിട്ട് പറയുകയാണ്. ക്ലാസ് കഴിഞ്ഞ് ഇവൾ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് മുതിർന്ന പിള്ളേർ അവളെ മോശമായി ശല്യപ്പെടുത്തുന്നുണ്ടായി. ഇത് മറ്റു 2 പിള്ളേർ കാണുകയും ഉടനെ ഹീറോയോട് പറഞ്ഞതും ഉടനെ ഹീറോ അവിടെ എത്തി അവളെ സേവ് ചെയ്യുകയാണ്. അവരും വിട്ടുകൊടുത്തില്ല. ഹീറോയെ അടിക്കാനായി വരുമ്പോൾ ഹീറോ ഈസിയായി അവരെ അടിച്ചോടിച്ച് ഓടിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ അവളും ഹീറോയോടുള്ള ദേഷ്യമെല്ലാം മാറുകയാണ്. ഇവിടെ ആ അടികിട്ടിയ പിള്ളേർ ഓടി അവരുടെ ബോസിനോട് നടന്ന എല്ലാ കാര്യം പറയുന്നു. തമാശയ്ക്ക് കളിയാക്കിയതാണ് അവളെ ടീച്ചറെ കൊണ്ടുവന്ന് അടിപ്പിച്ചെന്ന് പറയുന്നു. അടുത്ത ദിവസം ഹീറോ സ്കൂളിലെത്തുമ്പോൾ ഡയറക്ടർ പേടിച്ച് ഓടി വരികയാണ്. ഹീറോയെ കണ്ടതും ഹീറോയോട് ഇവിടെ നിൽക്കണ്ട, വേഗം രക്ഷപ്പെട്ടോ എന്ന് പറയുന്നു. ഡയറക്ടറിന്റെ മുഖത്താണെങ്കിൽ ജോക്കറിനെ പോലെ വരച്ചിരിക്കുകയാണ്. എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഇതിനു മുന്നേ അവൻ മറ്റൊരു സ്കൂളിലായിരുന്നു, ഇപ്പോൾ ട്രാൻസ്ഫറായി ഇപ്പോൾ വന്നിട്ടുണ്ട്, അതും ഹീറോയുടെ ക്ലാസ്സിൽ. ഹീറോയും ക്ലാസ്സിലെത്തുമ്പോൾ എല്ലാവരും പേടിച്ചിട്ടായിരിക്കും ഇരിക്കുക. പുതിയ സ്റ്റുഡൻറ്റ് വന്നത് കേട്ടല്ലോ, ആരാണെന്ന് ചോദിക്കുമ്പോൾ അവന് വേണ്ടി പ്രത്യേക സോഫ ഒക്കെ ആയിട്ടിരിക്കും വരിക. കൂടെ 4 ഗുണ്ടകൾ കാണും. നീയാണോ എൻ്റെ പിള്ളേരെ തൊട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഗുണ്ടകളെ കൊണ്ട് ഹീറോയെ അടിക്കാനായി പോയതും ഹീറോ നിഷ്പ്രയാസം അവരെ അടിച്ച് താഴെയിട്ടു. അത് കണ്ട് ഇവൻ എന്നെക്കാട്ടും വിദ്യ പഠിച്ചവനാണ് നീ, എൻ്റെ കൂടെ നിന്നേര് എന്ന് പറഞ്ഞ് ലീവ് ലെറ്റർ കൊടുത്തു പോകുമ്പോൾ
ഇത് ക്ലാസ് ടൈമാണ്, എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഹീറോ ആ ലെറ്റർ അങ്ങ് കീറിക്കളയുന്നു. എന്നാൽ അവൻ ഹീറോയുടെ വാക്ക് ധിക്കരിച്ച് ഇറങ്ങുമ്പോൾ ദേഷ്യം വന്ന ഹീറോ ആ ഡസ്റ്റർ എടുത്ത് വാതിലെറിഞ്ഞത് അത് തറച്ചുപോയി. ഹീറോ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ട് വേണം നിനക്ക് ഈ ക്ലാസ്സിലിരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ പറയുന്ന ഗെയിമിൽ എന്നോടൊപ്പം കളിച്ച് ജയിച്ചാൽ ഹീറോ പറയുന്നത് എന്തും കേൾക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ ഗെയിം സ്റ്റാർട്ടാവുകയാണ്. ആ ഗെയിമിൽ അവനൊരു ചാമ്പ്യൻ കൂടിയാണ്. ആരും അവനെ തോൽപ്പിച്ചിട്ട് പോലുമില്ല. ഗെയിം മറ്റൊന്നുമല്ല, പില്ലേഴ്സാണ്. അവനായിരിക്കും ഫസ്റ്റ് ഗെയിം കളിച്ച് വിന്നാകുന്നത്. അടുത്തത് ഹീറോയാണ്. ഹീറോ ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും ഹീറോ മാത്തമാറ്റിക് കാൽക്കുലേഷൻ വെച്ച് ഈസിയായി ജയിക്കുന്നു. അത് കണ്ട് ഇവനും നോക്കി നിന്നവരും ഷോക്കായി. ഇത് ഭാഗ്യം കൊണ്ടാണ് വീണത് എന്ന് പറയുമ്പോൾ ഇത് ഭാഗ്യമൊന്നും അല്ല എന്ന് പറഞ്ഞ് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കളിച്ച് ജയിച്ച് കാണിക്കുകയാണ്. ഇത് ഞാൻ മാത്തമാറ്റിക് കാൽക്കുലേഷൻ വഴിയാണ് ചെയ്തതെന്ന് കേൾക്കുമ്പോൾ അത് എനിക്ക് പഠിക്കണം എന്ന് ഒരു ചിന്താബോധം അവനിൽ ജനിക്കുകയാണ്. അതിന് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ പിറ്റേന്ന് മുതൽ അവനും ഹീറോയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. ഇവിടെ ഡയറക്ടർ ഹീറോ വന്നതിൽ പിന്നെ ക്ലാസ് സി മാറിപ്പോയി. ക്ലാസ് സിയിൽ ഒരു കണ്ണ് വേണം, അതിന് ആരൊക്കെ വെക്കാമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ സൂമി ടീച്ചർ അവിടെ വരികയും സൂമിയാണ് ഇതിന് ബെസ്റ്റ് എന്ന് കരുതി സൂമിയോട് കാര്യം പറയുന്നു. ഹീറോ മാത്തമാറ്റിക് ക്ലാസ് എടുപ്പിക്കാനായിട്ട് പിള്ളേരെ കൂട്ടി പില്ലേഴ്സ് ഗെയിം കളിക്കുന്നിടത്തേക്ക് പോയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ പഠിക്കാനും മനസ്സിലാക്കാനും കുട്ടികൾ കൂടുതൽ ഇൻട്രസ്റ്റായി. ഡയറക്ടറും സൂമി ടീച്ചറിനോട് പറഞ്ഞ് സെറ്റാക്കി ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. ഹീറോയും പിള്ളേരും ഗെയിം നടക്കുന്ന ഇടത്താണെന്നറിഞ്ഞ് ഇവനും ചെന്ന് നോക്കുമ്പോൾ ടീച്ചറും പിള്ളേരും ഗെയിം കളിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ക്ലാസ് കട്ടാക്കി ഗെയിം കളിക്കുകയാണോ എന്ന് ചോദിച്ചു. അവനും ഡയറക്ടറോട് ചൂടായി, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് കേൾക്കുമ്പോൾ അവരും ഷോക്കായി. ഡയറക്ടർ സൂമി ടീച്ചറെ അവിടെ നിർത്തിയിട്ട് പോകുന്നു. സൂമി ടീച്ചർക്ക് അത്ഭുതം, ഹീറോ ഡിഫറെൻ്റ് ആയിട്ടാണ് കുട്ടികൾക്ക് പാഠമെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശേഷം ഹീറോ കെമിസ്ട്രി ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോഴും പഠിച്ചത് മറക്കാതിരിക്കാനായി ഹീറോ ഓരോ ഗെയിം കളിപ്പിച്ച് കൊണ്ടാണ് പഠിക്കുന്നത്. ഇപ്രാവശ്യം സ്കൂളിലെ ഡയറക്ടറും പ്രിൻസിപ്പളും ക്ലാസ് സി വിസിറ്റ് ചെയ്യാനായി വരുന്നു. വന്നതും കാണുന്നത് കുട്ടികൾ എല്ലാവരും പഠിക്കാതെ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഹീറോയെ ചീത്ത പറയുന്നു, ഇതൊന്നും ഗെയിമല്ല, കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ ആണ്, പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇതാണോ കെമിസ്ട്രി എന്ന് പറഞ്ഞ് ഡയറക്ടർ ആ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ കെമിസ്ട്രിയിലെ ഇക്വേഷൻ കാണുന്നു. അപ്പോൾ പിള്ളേർ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ട് അവരും ഷോക്കായി. എന്നിട്ടെന്താ, ഹീറോയെ പുകഴ്ത്തി അവരവിടുന്ന് പോകുന്നു. അന്ന് രാത്രി ഹീറോയും സൂമി ടീച്ചറും സംസാരിച്ച് വരുമ്പോൾ വഴിയിൽ ഹീറോയുടെ സ്റ്റുഡൻ്റായ ലാൻ സ്റ്റേറ്റിൽ പാട്ട് പാടുകയാണ്. ഹീറോയും സൂമി ടീച്ചറെ കണ്ടപ്പാടെ അവൾ പാട്ട് നിർത്തി. ഞാനിവിടെ പാടുന്നത് അച്ഛനോട് പറയരുത്, അച്ഛന് ഇഷ്ടമല്ല. അവളുടെ അച്ഛൻ ഫേമസ് ആയ ഒരു മ്യൂസിക് പ്രൊഫസറാണ്, പിയാനോ പഠിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അവൾക്കിഷ്ടം ഗിറ്റാർ വായിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഹീറോ ആരോടും പറയില്ലെന്ന് ഉറപ്പ് നൽകി അവൾക്കൊപ്പം പാടുന്നു. പാട്ടെല്ലാം കഴിയുമ്പോൾ ലാൻ്റെ അച്ഛൻ കാണുകയും അവൾക്കൊരെണ്ണം പൊട്ടിച്ച് അവിടെ ഗിറ്റാർ നശിപ്പിക്കാനായി പോകുമ്പോൾ ഹീറോ അത് തടുത്തു. മകളുടെ ഡ്രീം നമ്മളാണ് സാധിച്ചു കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടി അഭിപ്രായം പറയാൻ നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോഴാണ് അത് അവളുടെ ടീച്ചറാണെന്ന് അറിഞ്ഞത്. അത് കേട്ടപ്പാടെ നിങ്ങൾക്ക് പണി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ടീച്ചറിനോട് ദേഷ്യപ്പെട്ട് അച്ഛന് പോയി. അച്ഛൻ സാറിന് എന്തെങ്കിലും പ്രശ്നം വരുത്തി വെക്കുമെന്ന് അവൾക്ക് നല്ലൊരു പേടിയുണ്ട്. എന്നാൽ ഹീറോ അത് അപ്പോൾ നോക്കാമെന്ന് പറയുകയാണ്. ലാൻ പറഞ്ഞതുപോലെ ലാൻ്റെ അച്ഛൻ സ്കൂളിൽ വന്ന് ഹീറോയെ വിളിച്ച് നടന്ന കാര്യമൊക്കെ പറഞ്ഞ് ക്ഷമ പറഞ്ഞില്ലെങ്കിൽ ഫയർ ചെയ്യാനായി പറയുന്നു. ഹീറോയുടെ സ്റ്റുഡൻസ് അപ്പോഴേക്കും അവിടേക്ക് വന്ന് ഞങ്ങളുടെ ടീച്ചറെ അങ്ങനെ ഫയർ ചെയ്യാൻ പറ്റില്ല, ലാൻ്റെ കുട്ടിക്കാലം മുതലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് ഇവൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഒരിക്കലും അവൾക്ക് എന്താണ് പിടിക്കുന്നതെന്ന് അച്ഛൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് കണ്ടുപിടിച്ചത് ഹീറോയാണെന്ന് പറഞ്ഞ് അവൾ വിഷമിച്ച് പറയുമ്പോൾ ഹീറോ വീണ്ടും ഒരു ബെറ്റ് വയ്ക്കുന്നു. പിയാനോയിൽ ഏറ്റവും ബുദ്ധിമുട്ടായി മ്യൂസിക് ഇവൾക്ക് പ്ലേ ചെയ്യാനായി പറയുമ്പോൾ അവളുടെ അച്ഛൻ അതിനൊട്ടും വിശ്വാസമില്ല. അതിനാൽ പിയാനോയിൽ ആ മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. ആദ്യം അവൾ ഒന്ന് പതറിയെങ്കിലും വീണ്ടും പ്ലേ ചെയ്തപ്പോൾ അവളുടെ അച്ഛൻ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹീറോ പറഞ്ഞതാണ് ശരി, എൻ്റെ മകളുടെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് അച്ഛൻ പറഞ്ഞു. ശേഷം അവൾക്ക് ഗിറ്റാർ വായിക്കാനായി സമ്മതിക്കുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ടെസ്റ്റ് എക്സാം നടക്കുമ്പോൾ പിള്ളേർക്ക് അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഹീറോ മനസ്സിലാവുകയാണ്. ഇംഗ്ലീഷിൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായി ഹീറോ ഇംഗ്ലീഷ് ലെറ്റർ ബുക്കെല്ലാം തയ്യാറാക്കി നല്ലോണം പഠിച്ചിട്ട് വരാനായി പറഞ്ഞു. ഉഴപ്പിക്കൊണ്ടിരുന്ന മിക്ക പിള്ളേരും വീട്ടിലെത്തി പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ അവരുടെ വീട്ടുകാർ തന്നെ ഞെട്ടി ഷോക്കാവുകയാണ്. അങ്ങനെ മെയിൻ എക്സാം വരികയാണ്. മറ്റ് ടീച്ചർമാർക്കും ക്ലാസ് സി ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ഹീറോ ആ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നത് തന്നെ വേസ്റ്റ് ആണെന്ന് പറയുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഹീറോയുടെ കുട്ടികളെ നല്ലോണം അറിയാം. അപ്പോഴേക്കും ടെസ്റ്റ് പേപ്പറും വരുന്നു. പേപ്പറുമായി ഹീറോ ദേഷ്യത്തിലായിരിക്കും ക്ലാസ്സിലെത്തുക. ഇപ്രാവശ്യം തോറ്റുപോയി എന്നായിരിക്കും ഹീറോയുടെ മുഖം കണ്ട പിള്ളേർ കരുതുക. ഇത്തവണ നമ്മുടെ ക്ലാസ്സാണ് സെക്കൻഡ് റാങ്ക് നേടിയെന്ന് പറയുമ്പോൾ പിള്ളേരുടെ നല്ല ജീവൻ തന്നെ തിരിച്ചു കിട്ടുകയാണ്.
പോരാത്തതിന് ഹീറോമായി വെല്ലുവിളി നടത്തിയ ഇവൻ തന്നെ മാത്തമാറ്റിക്സിൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ആ പേപ്പറുമായി അവൻ അവൻ്റെ അച്ഛനെ കാണിക്കുമ്പോൾ അച്ഛൻ കരുതും ആരെങ്കിലും ഭീഷണിപ്പെടുത്തി നേടിയ മാർക്കായിരിക്കും എന്ന് കരുതി അവനെ ചീത്ത പറഞ്ഞ് അവനും ഇത് പഠിച്ചെഴുതി കിട്ടിയ മാർക്കാണെന്നൊക്കെ പറഞ്ഞിട്ടും അയാളൊട്ടും വിശ്വസിക്കുന്നില്ല. ആ പേപ്പർ പിച്ചി കീറി കളഞ്ഞിട്ട് പോകുന്നു. അവനും ആകെ വിഷമമായി. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അതും ചിന്തിച്ചിരിക്കുന്നത് കണ്ട് ഹീറോ ക്ലാസ് കഴിയുമ്പോൾ അവനെ വിളിച്ച് എന്താണ് നടന്നെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യമെല്ലാം അറിഞ്ഞ ഹീറോ അന്ന് രാത്രി അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ്റെ അച്ഛനെ കാണുകയാണ്. ഹീറോയെ കാണുമ്പോൾ അവൻ സ്കൂളിൽ എന്തോ പ്രശ്നമുണ്ടാക്കിയിട്ടായിരിക്കും വന്നെന്ന് കരുതുമ്പോൾ അവൻ പഠിച്ച് എഴുതിയിട്ടാണ് അത്രയും മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾ അവനെ ഒന്ന് പ്രശംസിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മാർക്ക് കിട്ടാൻ എത്ര ക്യാഷായിരിക്കും തന്നെന്ന് അച്ഛൻ പറയുന്നു. അച്ഛനെ വിശ്വസിപ്പിക്കാനായി അവനെ ഒറ്റയ്ക്ക് ഇരുത്തി അയാൾക്ക് മുന്നിൽ വെച്ച് ഒരു തവണ എക്സാം നടത്തി കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവന് വേണ്ടി നടത്തുന്ന എക്സാമിൽ അവനെ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടാണ് എക്സാമിനിരുത്തുക. ക്വസ്റ്റ്യൻസ് എല്ലാം ടഫായിരിക്കും. അവനാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കി. പേപ്പർ നോക്കിയവർ തന്നെ ഷോക്കായി. ഇതുവരെ കാണാത്ത ടഫ് ക്വസ്റ്റ്യൻസ് ആണ് അവൻ ആൻസർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ചെയ്ത് പേപ്പർ റിസൾട്ട് വരുന്നു. ഫുൾ മാർക്കായിരിക്കും അവൻ വാങ്ങുക. അവൻ്റെ അച്ഛൻ്റെ കൺമുന്നിൽ വെച്ച് നടത്തിയ എക്സാമിൽ മാർക്ക് വാങ്ങിച്ചത് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൻ്റെ അമ്മ പോയതിനു ശേഷം അനിയനെയാണ് അച്ഛൻ കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത്. അവനെ ശ്രദ്ധിക്കുകയും പോലും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് അവൻ ബാഡ് ബോയ് ആയിട്ട് നടന്നത്. കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അച്ഛനും അവനോടുള്ള ദേഷ്യമെല്ലാം പോയി കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം ഫൈനൽ എക്സാം എത്തുന്നു. എല്ലാവരും എക്സാം എഴുതി ഇപ്പോൾ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. എല്ലാവരും നല്ല പേടിയിലാണ്. റിസൾട്ട് വന്നതും എല്ലാവർക്കും നല്ല മാർക്കോടെ പാസ്സായി. മറുവശത്ത് ഹീറോ സ്കൂളിൽ വരുമ്പോൾ ഹീറോയുടെ എനിമി ഗുണ്ടകളെ കൊണ്ടുവന്ന് ഹീറോയെ തട്ടിക്കൊണ്ടു പോകുന്നു. അതേസമയം സ്റ്റുഡൻസ് എല്ലാവരും ഹീറോയെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. സമയം പോകുന്തോറും ഹീറോയെ കാണുന്നില്ല. കോൾ ചെയ്യുമ്പോൾ കോളും പോകുന്നില്ല. ഹീറോയ്ക്ക് എന്തോന്ന് പറ്റിക്കാണും, അല്ലാതെ സാറ് വരാതെ ഇരിക്കില്ല. ഇതിനു മുന്നേ സാറിന് കൊല്ലാനായി കാറിൽ ബോംബ് വെച്ചിരുന്നു എന്നും ഹീറോയുടെ ബോഡി മുഴുവൻ തഴുമ്പുക എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറായ ഒരാൾക്ക് എങ്ങനെ തഴമ്പ് വരാനാ, ഇത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാനെന്ന് പറയുമ്പോൾ ഹീറോയുടെ കയ്യിൽ ഡ്രാഗൺ തലയുള്ള മോതിരമുണ്ടെന്ന് പറയുന്നു. അത് കേട്ട പാരൻസ് കണ്ടുപിടിക്കുകയാണ്. ഈ നാട്ടിലെ ഫേമസ് ആയ ചിണ്ടി ഫാമിലിയിൽ ചിണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഡ്രാഗൺ മോതിരമുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ചിണ്ടി ഫാമിലിയിലെ തലവനെ മാറ്റിയെന്ന് പറഞ്ഞ് കോൾ വരികയാണ്. അത് കേട്ടോടെ അവർക്ക് മനസ്സിലാവുകയാണ് ഹീറോയ്ക്ക് എന്തോന്ന് നടന്നു. ഇവിടെ ഹീറോയെ കൊടുക്കിയത് തന്നെ ഹീറോയുടെ അസിസ്റ്റന്റ് ആണ്. ഹീറോ മാഫിയ പദവി വിട്ടതിനാലാണ് അയാൾക്ക് ഹീറോയുടെ ഇത്ര ദേഷ്യം. ഹീറോയെ തട്ടിക്കൊണ്ടുവന്നത് സാങ്കാണ്. ഹീറോയെ പൂട്ടി ഇയാൾ ഇപ്പോൾ പ്രസ് മീറ്റിൽ വരികയാണ്. ഇവിടെ ഹീറോയുടെ ചേച്ചി കാണും. ചിണ്ടി ഫാമിലിയിലെ തലവനെ മാറ്റിയെന്ന് പ്രഖ്യാപിക്കാനായിട്ടാണ് സാങ് വന്നത്. ചേച്ചി ഒഴികെ വന്നവർ സാങ്ങിനായിരിക്കും മര്യാദ എല്ലാം കൊടുക്കുന്നത്, അയാൾക്കൊപ്പം നിൽക്കുന്നതും. കൂടാതെ ഹീറോയുടെ കമ്പനി സ്റ്റോക്കെല്ലാം കുറഞ്ഞു. അതും ചെയ്തത് സാങ്കാണ്. ഹീറോ വന്നാൽ നിന്റെ കഥ അധോഗതിയാണെന്ന് ചേച്ചി പറയുമ്പോൾ ഹീറോയുടെ മോതിരം എറിഞ്ഞ് വരുമ്പോഴല്ലേ എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ നിൽക്കാൻ ആരാണ് താല്പര്യമെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഹീറോ അയാളുടെ ഗുണ്ടകളിൽ നിന്ന് എസ്കേപ്പായി അവിടേക്ക് എത്തുന്നു. രക്ഷപ്പെട്ടാലും ഹീറോയുടെ കമ്പനിയെല്ലാം ഇപ്പോൾ നഷ്ടത്തിലായി. അങ്ങനെയാണോ 1 മിനിറ്റിനുള്ളിൽ എൻ്റെ കമ്പനി തിരിച്ച് പഴയ നിലയിൽ എത്തുമെന്ന് ഹീറോ പറയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് അയാളും പറയുന്നു. ഹീറോ പറഞ്ഞതുപോലെ എല്ലാ സ്റ്റോക്കും ഹൈ ആവുകയാണ്. അയാൾക്കും വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്നിരുന്നാലും ഇവിടെയുള്ളവർ എൻ്റെ ഒപ്പം തന്നെയാണെന്ന് പറയുമ്പോൾ അവിടെ ഹീറോയുടെ സ്റ്റുഡൻസും കോടീശ്വരമായ പാരൻസും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റായിട്ട് വരുന്നു. അത് കണ്ട സാങ്ക് തനിക്കായിരിക്കും കൊണ്ടുവന്നെന്ന് കരുതി ചെല്ലുമ്പോൾ ഹീറോയുടെ പേരെഴുതി പ്രശംസിച്ച ഒരു തുണി കാണിച്ച് ഹീറോയുടെ അടുത്തേക്ക് പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ സാങ്ക് കരുതും ചിണ്ടി ഫാമിലിയിലെ ഹെഡ് മാറിയത് ഇവർ അറിഞ്ഞില്ലല്ലേ എന്ന് പറഞ്ഞ് ഞാനാണ് ചിണ്ടി ഫാമിലിയിലെ ഹെഡ്, അതിനുള്ള പദവി നിങ്ങൾക്കല്ല ചിണ്ടിക്കാണെന്ന് അവർ പറയുമ്പോൾ അയാൾക്കും ഷോക്ക് ആവുകയാണ്. അന്നേരം സാങ്ങിൻ്റെ കമ്പനി സ്റ്റോക്ക് കുറയുന്നതായി അറിയുകയാണ്. ഇതിന് പിന്നിൽ ഹീറോയ്ക്ക് ഹെൽപ്പ് ചെയ്തത് ഇവരുടെ കൈകളാണ്. കാരണം അവരുടെ ടീച്ചറാണല്ലോ ഹീറോ. അതിനുശേഷം സാങ്ങിനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ 1 വർഷത്തിന് ശേഷം ഹീറോ ആ സ്കൂളിൽ റിസൈൻ ചെയ്ത് മറ്റൊരു സ്കൂളിൽ പോവുകയാണ്. ആ സ്കൂളിലും ഇതേപോലെ തല്ലിപ്പൊളിയായ പിള്ളേരാണ്. അവരെ നന്നാക്കാൻ വേണ്ടിയാണ് ഹീറോ പോകുന്നത്. ഹീറോ ക്ലാസ്സിൽ ചെന്നത് പിള്ളേർ മൈൻഡ് പോലും ആക്കുന്നില്ല. സോ ഹീറോ ക്ലാസ് റൂമിലെ പൈപ്പ് ലൈൻ ഓണാക്കി. കുട്ടികളെല്ലാവരും നന്നെങ്കിലും ഹീറോ ബുദ്ധിമാനാണ്, കുടയുമായിട്ടാണ് വന്നത്. ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.